മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ബിസിനസ് ബൂമിന്റെ വളരെ പുതുമയുള്ള ഒരു എപ്പിസോഡിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. തൃശൂർ ഇരുമപ്പെട്ടി പഞ്ചായത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ശ്രീ വർഗീസ് തരകൻ, ചക്കമാഹാത്മ്യം ലോകത്തോട് എത്തിച്ച വർഗീസ് തരകൻ വളരെ വ്യത്യസ്തനായ ഒരു കർഷകനാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്കും അദ്ദേഹം നടന്നു വന്ന വഴികളിലേക്കും എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. ഈ ചക്കമാഹാത്മ്യം ഈ കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോയി ലോകത്തോളം UN അവാർഡ് സഹിതം കിട്ടി. എങ്ങനെയാണ് ഈ മേഖലയിലേക്കുള്ള വരവും? ഈ ചക്ക നമുക്ക് ഭക്ഷണമായിരുന്നു. ഒരു കാലത്ത് ഇല്ലാത്തവൻ്റെ ഭക്ഷണമായിരുന്നു ചക്ക. എന്നാൽ പ്ലാവ് കൃഷിയല്ലായിരുന്നു. ഇപ്പോൾ ഉള്ളവൻ്റെ ഭക്ഷണവും പ്ലാവ് കൃഷിയുമായി മാറി, ഇല്ലാത്തവൻ്റെ ഭക്ഷണവുമായി മാറി. എല്ലാവരും ചക്ക ഭക്ഷണമായി കഴിക്കുന്ന ലോകത്തിന് തന്നെ പുതിയൊരു അനുഭവമായി ചക്ക ഭക്ഷണത്തിൻ്റെ ഒരു പാർട്ടായി മാറിക്കഴിഞ്ഞു. കേരളത്തിലെ ആദ്യമായി പ്ലാവ് കൃഷി ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ശാസ്ത്രീയമായി പ്ലാവ് കൃഷി ചെയ്ത ഒരാൾ, ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ വാട്ടർ സസ്റ്റൈനബിലിറ്റി അവാർഡ് വാങ്ങിയ ഒരാൾ, സംസ്ഥാന ഗവൺമെന്റിന്റെ ഷോണി മിത്ര പുരസ്കാരം വരെ കിട്ടി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് വേൾഡ് കപ്പ് നടന്നു. വേൾഡ് കപ്പിൽ ഇത് ചക്ക ഒരു വിഭവമായി. അപ്പോൾ ഈ പ്ലാവിനെ ആദ്യമായി കൃഷിയായിട്ട് ചെയ്ത് 4.5 മാസം കിട്ടിയിരുന്ന ചക്കയെ 365 ദിവസം കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കി. അത് ഒരു വലിയ അംഗീകാരമായിട്ട് കാണാണ്. ബഡ് ചെയ്തെടുത്ത തൈകൾ നമ്മൾ തന്നെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ തന്നെ കൃഷി ചെയ്ത് കാണിക്കുകയാണ്. ഇതിപ്പോൾ ഈ ചക്ക ആയിരക്കണക്കിന് പ്ലാവിൻ്റെ മുകളിൽ ഈ തോട്ടത്തിൽ എവിടെ നോക്കിയാലും ചക്കയാണ്, എവിടെ നോക്കിയാലും ചക്കയാണ്, എന്നും ചക്കയാണ്. ചക്കയെ നമുക്ക് ഇപ്പോൾ വലിയൊരു അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചു. നാണ്യവിള പട്ടികയിലേക്ക് ചക്ക എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ഇവിടെ പെയ്യുന്ന മഴവെള്ളം ഒരു സിംഗിൾ ഡ്രോപ്പ് നഷ്ടപ്പെടില്ല. അതാണ് ഈ തട്ട് തിരിച്ചിങ്ങനെ ഇട്ടേക്കുന്നത്. ചക്ക ഒരു പ്ലാവിന്ന് ചെറുതും വലുതായിട്ടുള്ള ചക്ക, ഇപ്പോൾ ഇടിയും ചക്ക, വലിയ ചക്ക, പുഴുക്കുണ്ടാക്കാനുള്ള പ്രായത്തിനുള്ളത്, പഴുപ്പിക്കാനുള്ള പ്രായത്തിനുള്ള എല്ലാം ഇവിടുന്ന് എക്സ്പോർട്ടേഴ്സ് വരികയാണ്. 1000 ഏക്കർ സ്ഥലത്ത് ഞാൻ പ്ലാവ് കൃഷി ഇതേപോലെ ചെയ്താൽ ചക്ക കൊടുക്കാൻ തികയാത്തത്ര ആവശ്യക്കാർ നിലനിൽക്കുക. അപ്പം അങ്ങനെ വിദേശ മാർക്കറ്റിലേക്ക് പോലും ചക്കയെ എത്തിക്കാൻ സാധിക്കും. അതിന് വൻ ഡിമാൻഡ് ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷം. ഇത്രയും മനോഹരമായി ശാസ്ത്രീയമായി ഒരു പ്ലാവ് കൃഷി തോട്ടം നിങ്ങൾക്ക് കേരളത്തിൽ ഒരു സ്ഥലത്ത് കാണിക്കാൻ പറ്റില്ല. കാരണം ഞാൻ സർക്കാർ ജോലി PSC ജോലി കിട്ടി പോവാതെ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. കാർഷിക മേഖലയ്ക്കുള്ള താങ്കളുടെ ഒരു അഭിനിവേശം എങ്ങനെ ഉണ്ടായതാണ്? ചെറിയ പ്രായം തൊട്ട് തന്നെ കൃഷിയോട് ഒരു അമിത താല്പര്യം. ഈ ചക്ക എന്നുള്ള ഒരു സംഗതി താങ്കളുടെ മനസ്സിൽ എങ്ങനെയാണ് ഈ ചക്ക തോട്ടം പർട്ടിക്കുലറായിട്ട് ഈ ചക്ക തന്നെ ഒന്ന് ഫോക്കസിങ് അങ്ങനെ ഒരു ലക്ഷ്യം എവിടുന്ന് ആശയം? ഒരു പ്ലാവ് പുറത്തേക്ക് വിടുക 13.16 ടൺ ഓക്സിജനാണ്. 1000 പ്ലാവ് ഒരു തോട്ടത്തിലുണ്ടെങ്കിൽ 13,160 ടൺ ഓക്സിജൻ പുറത്തേക്ക് പോകും. ഒരു മനുഷ്യനൊരു ദിവസം ശ്വസിക്കാൻ വേണ്ട ഓക്സിജന്റെ അളവ് 550 ലിറ്ററാണ്. പ്ലാവാകുമ്പോൾ കുറച്ച് ചക്ക കിട്ടും, ഭക്ഷണമായി, അതിൻ്റെ ശുദ്ധവായുമായി, രോഗപ്രതിരോധ സംരക്ഷണമായി. അപ്പം അങ്ങനെ പല കാര്യങ്ങളിലും പ്ലാവ് എന്തുകൊണ്ടും വളരെ ഗുണം ചെയ്യും. മറ്റു കൃഷികൾ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്, അതിൻ്റെ ഒരു വഴിത്തിരിവ് എങ്ങനെയാണെന്നുള്ളത്. അതാണ് എനിക്ക് എന്നും പുതുമകളായിട്ടുള്ള കൃഷി രീതിയാണ് ഇഷ്ടവും. അത് ബെഡ് ചെയ്തെടുത്ത് അതിൻ്റെ മുകളിൽ ചക്ക ഉണ്ടാവുണ്ടോ എന്ന് നോക്കി അത് കൊല്ലത്തിൽ 2 പ്രാവശ്യം വീണ്ടും അത് ഏത് മാതൃവൃക്ഷമാണ് അതിന്ന് എടുത്തു കഴിഞ്ഞാൽ അതേ സ്വഭാവം കാണിക്കും. അത് 2 പ്രാവശ്യം കായ്ക്കും. അപ്പോൾ അത് കൂടുതൽ എണ്ണം വെച്ച് കഴിഞ്ഞാൽ മാറി മാറി കായ്ക്കും. അങ്ങനെ പ്ലാവ് കൃഷി വ്യാപകമായിട്ട് ചെയ്യുമ്പോൾ അത് 360 ദിവസം ചക്ക കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുമെന്ന് ഉറപ്പായി. ഞാൻ ആദ്യം ചെയ്തത് തൃശ്ശൂർ വേലൂർ പഞ്ചായത്തിലെ കുറുമാൽ കുന്ന് എന്നുള്ള തോട്ടം. അവിടെ തന്നെയാണ് മെയിൻ തോട്ടം. ഇത് ഞങ്ങളുടെ 2ാമത്തെ തോട്ടമാണ്. ഒരു പക്ഷേ ഈ എരുമപ്പെട്ടി പഞ്ചായത്തിലെ ഈ നീർക്കോലിമുക്ക് മലയിലെ ഈ തോട്ടത്തിൽ ആദ്യമായിട്ട് അങ്ങാണ് ഈ ഇൻ്റർവ്യൂ നടത്തുന്നത്. 32 ടീമിനാണ് ലോകത്ത് ഫിഫ വേൾഡ് കപ്പിന് എൻട്രി ഉള്ളത്, 32 ടീമുകൾ. അപ്പോൾ അതിൽ 32-ൽ ഉൾപ്പെടാൻ പറ്റിയില്ലെങ്കിലും ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് 32 ടീം കളിച്ച വേൾഡ് കപ്പിലേക്ക് കളിക്കാർക്ക് ആവശ്യമുള്ള ചക്ക കൊടുത്തയക്കാൻ ഒരു ഭാരതീയനായ, ഒരു മലയാളിയായ, ഒരു തൃശ്ശൂർക്കാരനായ വർഗീസ് തരകൻ എന്ന് പറഞ്ഞ കർഷകന് സാധിച്ചാൽ അത് വലിയ സന്തോഷമായി. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ അവിടേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്ത പ്രവൃത്തി കൊണ്ട് തന്നെയാണ് എത്തിയത്. എത്ര വർഷമായി ചക്ക? ഞങ്ങൾ 2008 മുതൽ പ്ലാവ് കൃഷിയിൽ ഘട്ടം ഘട്ടമായിട്ട്. എങ്ങനെയാണ് ചക്കയുടെ ഒരു ചരിത്രം എന്താണ്? ചക്ക ലോകത്ത് കണ്ടെത്തിയിട്ട് 6000 വർഷം പഴക്കമുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ചോദ്യമുണ്ട്, ചക്ക വിദേശിയാണോ ചക്ക സ്വദേശിയാണോ? ചക്ക സ്വദേശിയാണ്. വെസ്റ്റേൺ ഘാട്ടിലാണ് പ്ലാവ് ലോകത്ത് ആദ്യമായിട്ട് കണ്ടെത്തിയിരുന്നത്. അന്നു മുതൽ ഈ 6000 വർഷം മുമ്പ് കണ്ടെത്തിയ പ്ലാവിനെ വിളിച്ചിരുന്ന പേര് ചക്ക മരം എന്നാണ്. ഇപ്പോൾ പ്ലാവിൻ്റെ ചക്ക 1498-ലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പോർച്ചുഗീസുകാർ വരുന്നത്. അപ്പോൾ 6000 വർഷം മുമ്പ് കണ്ടെത്തിയ ചക്കമരം എന്ന പ്ലാവിനെയും
ചക്കപ്പഴം എന്ന് ചക്കയെയും അതുവരെ വിളിച്ചു. 1498 വരെ ജാക്ക് ഫ്രൂട്ട് എന്നുള്ള വിളിപ്പേര് വരുന്നത്. 1523 ജാക്ക് ഫ്രൂട്ട് എന്നുള്ള പേര് ഒഫീഷ്യലി എഴുതപ്പെടുന്നത്. 1678 ഹെൻറിക് വാൻഡ്രീഡ് എന്ന് പറയുന്ന പോർച്ചുഗീസ് എഴുത്തുകാരനും അന്ന് കൊച്ചിയിലെ ഗവർണറുമായിരുന്നു അദ്ദേഹമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥം രചിക്കാൻ തുടങ്ങുന്നത്. 742 സ്പീഷീസിനെ കുറിച്ച് ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. 742 സ്പീഷീസ്, വൃക്ഷങ്ങളെ കുറിച്ച് സ്പീഷീസുകൾ 742. 12 വോളിയാണ് ഹോർത്തൂസ് മലബാറിക്കസിനുള്ളത്. 12 വോളിയായിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ 3ാമത്തെ വോളിയത്തിൽ 17 മുതൽ 21 വരെ പേജുകളിൽ ലാറ്റിൻ ഭാഷയിലും മലയാള ലിപികളിൽ എഴുതിയ ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അതിലെ 3ാമത്തെ വോളിയത്തിൽ തന്നെ 35 മുതൽ 39 വരെ പേജുകളിലാണ് പ്ലാവിനെ കുറിച്ച്, ചക്കയെക്കുറിച്ച്. ഒരു പ്ലാവിൻ്റെ ചക്കക്കുരു കുഴിച്ചിട്ടാൽ 6 വർഷം കൊണ്ട് കായഫലം തരും. 70 വർഷമാണ് ഒരു പ്ലാവുമ്മ ചക്ക ഉണ്ടാവുന്ന കാലഘട്ടം. 2 തരം പ്ലാവുകളാണ് മെയിനായിട്ട് ഉള്ളത്. അതൊന്ന് വരിക്ക പ്ലാവ്, ഒന്ന് കൂഴപ്ലാവ്. കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം എൻ്റെ തോട്ടത്തിൽ മണിസാറ് മരിച്ചപ്പോൾ മണിസാറിൻ്റെ ഓർമ്മമരം പ്ലാവ് കോടിയേരി സഖാവ് അവിടെ വന്നിട്ടുള്ള ആൾ, നമ്മുടെ വീരേന്ദ്രകുമാർ സാറിൻ്റെ പേരിൽ അവിടെ പ്ലാവ് വെച്ചിട്ടുണ്ട്. മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജ് അവരുടെ പേരിൽ പ്ലാവ് വെച്ചിട്ടുണ്ട്. നെൽസൺ മണ്ടേലയുടെ കണ്ടു. നെൽസൺ മണ്ടേല മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പ്ലാവ്, ഡിയോഗോ മറഡോണയുടെ പേരിൽ പ്ലാവ് വെച്ചു. MP വീരേന്ദ്രകുമാർ സാറിൻ്റെ പേരിൽ പ്ലാവ് വെച്ചു. ആര്യയുടെ മുഹമ്മദ് സാറിൻ്റെ പേരിൽ പ്ലാവ് വെച്ചു. അപ്പോൾ അങ്ങനെ വളരെ വേണ്ടപ്പെട്ട ഇതായിട്ടുള്ള പ്രഗത്ഭരായ ആളുകളുടെ മുഴുവൻ അവരുടെ ഓർമ്മമരങ്ങൾ വളരുന്ന സ്ഥലമാണ് കുറുമാൽക്കുന്നിൽ ആയുർ ജാക്ക് ഫാം. എവിടെ വെച്ചാണ് ഈ ചക്ക താങ്കളിലേക്ക് കയറിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എവിടെ വെച്ച്, ഏത് പ്രായത്തിൽ, എവിടെ വെച്ചാണ്? കാരണം വിപണികൾ പല ഐറ്റങ്ങളുണ്ടായിരുന്നു. ഈ ചക്ക തന്നെ എടുക്കാനുണ്ടായ ഒരു കാര്യം അത് എൻ്റെ ചെറിയ പ്രായത്തിൽ വരെ എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. കുട്ടിക്കാലത്ത് നമ്മൾ ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ട് തന്നെ ചക്ക എന്ന് പറയുന്നത് എവിടെ കിട്ടിയാലും കഴിക്കും. അങ്ങനെ ഈ പ്ലാവിനത്തെ കണ്ടെത്തി അതിൽ നിന്ന് ബെഡ് ചെയ്തെടുത്ത് അതുമ്മ ഉണ്ടാവുന്ന ചക്ക വീണ്ടും നമ്മൾ കഴിക്കണം. അപ്പോൾ എന്തുകൊണ്ട് ഈ പ്ലാവ് കൃഷി ചെയ്തുകൂടാ? അങ്ങനെ കൃഷി ചെയ്യണം. ആഫ്റ്റർ കോവിഡ് ലോകത്തിൻ്റെ ഭക്ഷണം ചക്കയാണെന്ന് അന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെയ്യാം, നമ്മൾ ചെയ്ത് കാണിക്കുകയാണ്. പ്ലാവ് കൃഷി ചെയ്ത് അത് സക്സസ് ആക്കി, അത് വൻ വിജയമാക്കി നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നാളെകളുടെ ഒരു വരുമാനമാക്കി മാറ്റാം. ഈ യുഎൻ്റെ ഒരു അംഗീകാരം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ വാട്ടർ സസ്റ്റൈനബിലിറ്റി, ഈ മണ്ണ് ജല സംരക്ഷണത്തോട് കൂടിയിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. നടക്കുന്നായിരുന്ന ഈ സംഗതിയെ തട്ടുതട്ടാക്കി തിരിച്ച്, അതെ, വെള്ളം ഒരിക്കലും പുറത്തോട്ടൊഴുകി പോകാത്ത നിലയിൽ ഇവിടെ തന്നെ. അതെ, അപ്പം മണ്ണ് ഒലിച്ചു പോവില്ല, വെള്ളം ഒലിച്ചു പോവില്ല. ഇതിൻ്റെ ഗുണം മുഴുവൻ എനിക്ക് മാത്രമല്ല, ഇതിൻ്റെ താഴെയുള്ള കർഷകരായിട്ടുള്ള ഭൂമിയുള്ള ആളുകൾക്ക് മുഴുവൻ ഇതിൻ്റെ ഉറവയായിട്ട് പ്രൂവ് ചെയ്ത്. ഒരു പ്ലാവ് നട്ട് എത്ര കാലം കൊണ്ട് നമുക്ക് ഈൽഡ് ഉണ്ടാക്കും? നമുക്ക് ഒരു 2 to 3 കൊല്ലാകുമ്പോഴേക്കും ഈൽഡ് വരും. ആദ്യം ഇതുമേ ധാരാളം ചക്ക ഉണ്ടാകുമ്പോൾ ഷേപ്പില്ലാത്ത ചക്കയ്ക്ക് ആദ്യം നമ്മൾ തിൻ ചെയ്ത് കളയണം. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ചക്കയുടെ ഭംഗി ഒരു നിർബന്ധം, ഷേപ്പുള്ള ചക്കയായിരിക്കണം. അത് എക്കുമ്പൊക്കെയുള്ള ചക്കയാവരുത്. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം, നമുക്ക് ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ കൊടുക്കാം. കുറുമാൽക്കുന്നിലേക്ക് തീർത്ഥാടന പ്രവാഹം പോലെയാണ്. ഒരു ദിവസം 1500 മുതൽ 3000 പേര് സന്ദർശകർ വരും. വരുന്ന ആളുകൾക്ക് മുഴുവൻ ഞങ്ങൾ പ്ലാവുന്ന് പഴുത്ത ചക്ക മുറിച്ച് കഴിക്കാനും കൊടുക്കും. അപ്പോൾ രുചി എന്താണ്, ഈ പ്ലാവിൻ്റെ ചക്കയുടെ രുചി എന്താണെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം തോട്ടം മുഴുവൻ നടന്ന് കാണാം. അതിന് ശേഷം ആവശ്യമുള്ള ചക്ക പ്ലാവിൻ്റെ തൈ അവർക്ക് വേണമെങ്കിൽ കൊണ്ടുപോയില്ലെങ്കിലും പരാതിയില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റെല്ലാ ഫ്രൂട്ട് പ്ലാന്റുകളും നമ്മൾ ഉൽപ്പാദിപ്പിച്ച് ആ തൈകളും കൂടി കൊടുക്കുന്നുണ്ട്. ചിലവർക്ക് കുറച്ച് റംബൂട്ടാൻ വേണം, മാംഗോസ്റ്റിൻ വേണം, അവക്കാഡോ വേണം, അല്ലെങ്കിൽ അബിയു വേണം, അല്ലെങ്കിൽ കുറച്ച് കുള്ളം തെങ്ങ് തൈ വേണം, കുറ്റിയാടി തെങ്ങ്, എല്ലാം നമ്മൾ തയ്യാറാക്കി അവർക്ക് വരണം. ഒരു നഴ്സറി പോലെ. അതെ, അതും നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്തായാലും ഇത് നനയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ജോലിക്കാരും നമ്മൾ ഫുൾ ടൈം വേണം. അപ്പോൾ കൂട്ടത്തിൽ വരുന്ന ആളുകൾക്ക്. വർഗീസ് എത്രത്തോളം, എത്ര ഏക്കർ മൊത്തം കൃഷി ചെയ്യുന്നു? ഞങ്ങൾ 13.5 ഏക്കറിൽ പ്ലാവ് കൃഷി മാത്രമുണ്ട്. പ്ലാവ് കൃഷി മാത്രം. പിന്നെ മറ്റ് ഫ്രൂട്ട് പ്ലാന്റുകൾ ആയിട്ടുള്ള കൃഷി നമ്മുടെ എൻ്റെ ഫൂസാരുടെ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്, അതിലും നമ്മൾ കൃഷി ചെയ്യും. ഈ 13.5 ഏക്കറിൽ നിന്നുള്ള ഈ ചക്ക പച്ചയായിട്ട് തന്നെ അല്ലെങ്കിൽ പഴുക്കുമ്പോഴായിട്ട് കൊടുക്കുക? അതിൽ ഒരു തോട്ടത്തിൽ ഞങ്ങളെ കുറുമാൽക്കുന്നിൽ ആയുർ ജാക്ക് ഫാമിലെ ചക്ക മുഴുവൻ അവിടെ വരുന്ന, നേരത്തെ ഞാൻ പറഞ്ഞു 1500 മുതൽ 3000 പേര് സന്ദർശകർ വരും. അവർക്ക് മുറിച്ച് കഴിക്കാൻ ഫ്രീ ആയിട്ട് കൊടുക്കും. വരുന്നവർക്ക് മുഴുവൻ ചക്ക ഇങ്ങനെ കൊടുക്കുകയാണ്. ഈ തോട്ടത്തിൽ
വേറൊരു തോട്ടമണിയുണ്ട്. അവിടെ പ്രധാനമായിട്ടുള്ള ചക്ക മുഴുവൻ ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യാം. കാരണം നമുക്കൊരു വരുമാനം വേണം. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഇത് കാണുന്നവരും കേൾക്കുന്നവരും പഠിക്കണം. ഈ വെറുതെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് കാണിക്കുകയാണ്. വെറുതെ ഒരാൾക്ക് നിങ്ങൾ പ്ലാവ് കൃഷി ചെയ്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു പ്ലാവിൻ്റെ മുകളിൽ ചക്ക ഉണ്ടാവുന്ന സമയം എത്ര വരും, എത്ര കിലോ ചക്ക കിട്ടും, എങ്ങനെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ മാർക്കറ്റ്, വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ടേഴ്സ് എങ്ങനെ വരും, എങ്ങനെ വന്നാലാണ് എത്ര വലുപ്പമുള്ള ചക്കയാണ് കൊടുക്കേണ്ടത്, ഏത് പ്രായത്തിലുള്ളതാണ് ഇടിയൻ ചക്കയായിട്ട് എടുക്കേണ്ടത്, അത് എന്തോരം മൂപ്പ് ഉണ്ടാവും, വലിയ ചക്ക എത്ര ദിവസം മുറിച്ചാൽ നാളെ കഴിഞ്ഞാൽ അടുത്ത ദിവസമെങ്കിലും അത് പഴുക്കണം, അങ്ങനെയുള്ള ചക്കയെ മുറിക്കാവോ, മൂപ്പ് കുറഞ്ഞ ചക്ക മുറിക്കുക, അത് നമ്മുടെ എക്സ്പീരിയൻസാണ്. അത് മുഴുവൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ യുവൻ്റെ അംഗീകാരത്തിന് ശേഷം പല അംഗീകാരങ്ങളും തേടിയെത്തുകയുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അംഗീകാരങ്ങൾ? ഞങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ വാഫ അവാർഡുണ്ട്, വാട്ടർ എയർ ഫുഡ് അവാർഡ്. അതാണ് നേരത്തെ പറഞ്ഞു വന്നത്. കണക്ട് ചെയ്ത് വേറെ അതെ, ആ വാഫ അവാർഡിലേക്ക് ഇന്ത്യയിൽ നിന്ന് സെലക്ഷനായ ഒരു കൃഷിസ്ഥലം നമ്മുടെ, അവർ ഡെൻമാർക്കാണ് അതിൻ്റെ HQ. ഡോക്ടർ സ്നേഹ സിംഗ് എന്ന് പറയുന്ന ചീഫ് കോർപ്പറേറ്റ് ഓഫീസർ വാഫയുടെ, അവരും അവരുടെ ടീമംഗങ്ങളും നേരിട്ട് വന്നിട്ടാണ് അവാർഡ് പട്ടികയിലേക്ക് പരിഗണിച്ച് പോയേക്കണേ ഒരു തോട്ടം. ഡോക്ടർ മുരളി തുമ്മാരുടി സാറ് ഐക്യരാഷ്ട്രസഭയുടെ ദുരന്ത നിവാരണ ലഘൂകരണ തലവനായിരുന്നു. അദ്ദേഹം നിർവഹിക്കുന്ന ചുമതല എന്ന് പറയുന്നത് അതിനേക്കാൾ വലുതാണ്. G20 രാജ്യങ്ങളുടെ പാരിസ്ഥിതിക തലവനാണ്. അദ്ദേഹം 3ാമത്തെ തവണയാണ് ഞങ്ങളുടെ കൃഷിസ്ഥലം സന്ദർശിക്കുന്നത്. അദ്ദേഹം ആദ്യ തവണ വന്നപ്പോൾ തന്നെ പറഞ്ഞു, അദ്ദേഹം ലോകരാജ്യങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് സന്ദർശിച്ച ആളാണ്. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു തോട്ടം, ഭക്ഷ്യസുരക്ഷയ്ക്ക്, ജലസുരക്ഷയ്ക്ക്, വായു സുരക്ഷയ്ക്ക്, ജലം, വായു, ഭക്ഷണം 3ഉം ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ സംരക്ഷിക്കുന്ന ഒരു സ്ഥലം അദ്ദേഹം ഇന്ന് വരെ കണ്ടിട്ടില്ലാവും. ലോകത്ത് പല ഫാമുകളിൽ പോയാലും ഫാം വിസിറ്റ് $1, $10, $25 വാങ്ങിക്കുന്ന പല തോട്ടങ്ങളുണ്ട്. ഈ കുന്ന് തന്നെ നേരത്തെ റബ്ബർ കൃഷിയായിരുന്നു. അതെ, അത് നിങ്ങളുടെ മറ്റേ കണ്ട സ്ഥലത്തും റബ്ബറായിരുന്നു. വേറൊരു സ്ഥലം അവിടെയും റബ്ബറിനെ വെട്ടിക്കളഞ്ഞിട്ടാണ് ആർക്കും വേണ്ടാത്ത കിടന്ന ചക്കയെ താങ്കളൊരു തോട്ടവിളയാക്കി ഡെവലപ്പ് ചെയ്തു. അതെ, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, എൻ്റെ കുർമാൽ കുന്നിലെ ഈ കൃഷിഭൂമി 2000 ഓഗസ്റ്റിൽ, അവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1995 ആ കുർമാൽ കുന്നിൻ്റെ താഴ്വരയുള്ള 35 വീട്ടുകാർക്ക് നെതർലാൻഡ് ഗവൺമെൻറ് ഒരു ബോർവെൽ കുഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുടിവെള്ളത്തിന് വേണ്ടിയിട്ട്. അത് 2000 ഓഗസ്റ്റിൽ 10784 വേഴ്സുള്ള പ്രബന്ധമായിട്ട് ഒരു സയൻറ്റിസ്റ്റ്, ഡോക്ടർ ജോസഫ് സി റാഫേൽ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ജോൺ എഫ് കെന്നഡി, ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് KR നാരായണ അവറുകൾ, ഭരണഘടന എഴുതിയ ഡോക്ടർ അംബേദ്കറൊക്കെ പഠിച്ച യൂണിവേഴ്സിറ്റിയാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്. അവിടെ 10784 വേഴ്സുള്ള പ്രബന്ധം കുടിവെള്ളം ഇല്ലാത്ത പ്രദേശത്ത് ബോർവെല്ല് നെതർലാൻഡുകാരുടെ സഹായം മേടിച്ച് ബോർവെല്ല് കുഴിച്ച് 35 വീട്ടുകാർക്ക് പങ്കിട്ട് കൊടുത്തതിനെ കുറിച്ച് എഴുതിയപ്പോൾ 2004 NIRD ഹൈദരാബാദ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, ആ സ്ഥാപനത്തിൻ്റെ ജേണലിലും ഇതേ കാര്യം പ്രബന്ധമായിട്ട് അവർ ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദീർഘമായ ഒരു സംഭാഷണം തന്നെയായിരുന്നു. കേരളത്തിൻ്റെ സ്വന്തം ചക്കയെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ഒരു കാർഷികമായി ആൾക്കാർ കാണാതിരുന്ന ചക്കയെ കർഷകൻ്റെ പ്രിയപ്പെട്ട വിഭവമാക്കി മാറ്റി. ചക്ക കൃഷി ചെയ്തും ജീവിക്കാം, ചക്കയിലൂടെ ലോകം തന്നെ കീഴടക്കാം എന്നുള്ള സന്ദേശമാണ് താങ്കൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിലുപരി ലോക സമാധാനത്തിനു വേണ്ടി ഉള്ളൊരു സന്ദേശമായി താങ്കൾ ഇതിനെ മാറ്റിയിരിക്കുന്നു. എല്ലാ വിധത്തിലും ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ. ബിസിനസ് ഭൂമി നൽകിയ ഈ അഭിമുഖത്തിന് പ്രത്യേകം നന്ദി. വലിയ നിലയിലേക്ക്, ലോകം ശ്രദ്ധിക്കത്തക്ക നിലയിലേക്ക് ഇനിയും ഉള്ള കാലഘട്ടം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും അർഹിക്കുന്നു. നന്ദി, നമസ്കാരം.